നമ്മൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ 12:45 വീട്ടിൽ ഒരു 10 കാലം ഇപ്പോൾ റീൽസ് തോണ്ടി കുത്തിരിക്കാൻ തുടങ്ങിയതാ. സമയം നോക്കി ഇപ്പോൾ 12 ഇപ്പോൾ വേഗം ഡ്രസ്സ് മാറി ഇങ്ങോട്ട് പോന്നു. വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല. നമ്മളിപ്പോൾ ഊബറും അതേപോലെ തന്നെ കേരള സഫാരി നമ്മൾ ഓണേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ ഓട്ടം കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ഊബറിൽ എൻ്റെ ഒരു ദിവസമാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം നമുക്ക് എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റുന്നൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ചാലക്കുടിയിലോട്ട് പോകട്ടെ. ഇവിടെ നിന്ന് വലിയ ട്രിപ്പ് അടിക്കാനൊന്നും ചാൻസ് ഒന്നുമില്ല. വീട്ടിൽ നിന്ന് എടുത്ത വഴി തന്നെ സർജ് കാണിച്ചായിരുന്നുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ട് സർജൊക്കെ മാറ്റിയിട്ട് വിട്ടാം. അപ്പോൾ എന്തായാലും നമുക്ക് ചാലക്കുടി ചെന്നിട്ട് ഓട്ടം പിടിക്കാൻ നോക്കാം. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ കാണാം. അപ്പോൾ എന്തായാലും ചാലക്കുടിയിലേക്ക് പതുക്കെ തെറിക്കാം. CNG നമ്മൾ ഇന്നലെ അടിച്ച് ഫുള്ളാക്കിയോണ്ട് ചാലക്കുടിയിൽ നിന്ന് അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ കാണാൻ നല്ല നല്ല ട്രിപ്പുകളൊക്കെ കിട്ടട്ടെ. മഴയൊക്കെയാണ് കേട്ടോ. മഴ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. നനയേണ്ടി വന്നില്ല വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ കാണാം കേട്ടോ. ചാലക്കുടി കംപ്ലീറ്റ് ബ്ലോക്കാണ് കേട്ടോ. എന്താണെന്നറിയില്ല. എല്ലാ വണ്ടികളും അവിടെ ഇവിടെയൊക്കെ എടുക്കുന്നുണ്ട്. ഫുള്ള് ബ്ലോക്ക്. ഇവിടെ ഒന്നും അങ്ങനെ ബ്ലോക്ക് ഉണ്ടാവാറില്ല കേട്ടോ. ആറ്റം മുതലേ ബ്ലോക്കാ. നമ്മൾ ചാലക്കുടിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 1:12 ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ബ്ലോക്കാണ്. എന്താ സംഭവം എന്നറിയില്ല. ഇനിയിപ്പോൾ ഹൈവേയിലൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഹൈവേയിലും ബ്ലോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ചാലക്കുടി തന്നെ ഒരു 10 മിനിറ്റ് എടുത്തു ഇവിടം വരെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഊബറൊക്കെ ഓൺലൈനിലാണ്. ഊബർ യാത്ര ഓൺലൈനിലാണ്. വേറെ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. സർജ് ഉണ്ടായിരുന്നു. സർജൊക്കെ പോയി. ഇപ്പോൾ നമുക്കിനി ഇന്ന് തൃശ്ശൂർക്കാണോ എറണാകുളത്തേക്കാണോ ഓട്ടം കിട്ടാന്ന് അറിയില്ല. എന്തായാലും നല്ലൊരു സ്ഥലത്തേക്ക് അടിക്കട്ടെ. നല്ല രീതിയിൽ ഓട്ടം കിട്ടട്ടെ. ഇപ്പം എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. അടിച്ചിട്ടാ ഫസ്റ്റ് ട്രിപ്പ് ചേരാനല്ലൂർ എടുത്തു വിട്ടാ. എന്തായാലും ചേരാനല്ലൂർ അല്ല, ഇന്നിപ്പോൾ തൃശ്ശൂർ വിട. ട്രിപ്പ് ഇതേ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കസ്റ്റമർ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഞെക്കിയാൽ മതി. ഇന്നലെ കാണിച്ച പോലെ തന്നെ. അപ്പോൾ ഞാൻ എന്തായാലും M1 ഇട്ടിട്ടുണ്ട്. കോൾ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇതുമ്പോൾ ഞെക്കി കഴിഞ്ഞാൽ കോൾ പോകും കസ്റ്റമറിന്. പിന്നെ അതേപോലെ തന്നെ കസ്റ്റമർ എടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇതുണ്ട്. ഇതിങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ പിൻ നമ്പർ അടിക്കുക കസ്റ്റമർ. പിന്നെ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. കസ്റ്റമർ നമ്മൾ വന്ന ആ ഒരു ഭാഗത്ത് തന്നെ കേട്ടോ. നമ്മുടെ വീടിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ കേട്ടോ നിൽക്കണം. എന്തായാലും ഒരു 5-6 കിലോമീറ്റർ തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവാം. 5 കിലോമീറ്റർ. അപ്പോൾ എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം കേട്ടോ. ഫസ്റ്റ് വീഡിയോ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ആസ്ട്രേലിയയിലേക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടാ വൈപ്പിലേക്ക്. ഇപ്പം മഴ പെയ്തു. മഴ ഉണ്ടായിരുന്നില്ല ഇത്ര നേരം. അപ്പോൾ കസ്റ്റമറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ ലിഫ്റ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അതുവരെ വെയിറ്റ് ചെയ്യാം. ഈ ഓട്ടോ 269. ഇപ്പം തന്നെ നമ്മുടെ റാപ്പിഡോയിൽ ഒരു ഓട്ടം വന്നായിരുന്നു കേട്ടോ. എനിക്കത് എടുക്കാൻ പറ്റിയില്ല. ഈ ഓട്ടോ അക്സെപ്റ്റ് ചെയ്തായിരുന്നു. അതേപോലെ തന്നെ നമുക്കൊരു പേഴ്സണൽ ഓട്ടോ കൂടി കിട്ടിയത് കേട്ടോ. ഇപ്പം തന്നെ ഒരു കസ്റ്റമർ പോകാൻ പറ്റുമെന്ന് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഈ ട്രിപ്പ് കിട്ടിയ കാരണം ഒരു സീനായി. നമുക്ക് ക്യാൻസൽ ചെയ്യാനും പറ്റിയില്ല. കസ്റ്റമറെ കാണാനുമില്ല. എന്തായാലും കസ്റ്റമർ വരട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യാം. ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ ആസ്റ്ററിൽ ക്ലോസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ട്രിപ്പ് എടുത്തായിരുന്നു കേട്ടോ. രണ്ടാമത്തെ ട്രിപ്പ് വൈപ്പിനിക്കായിരുന്നു. നമ്മൾ ടോളുള്ള വഴി കൂടെ പോയേ. നമുക്ക് അതിനകത്ത് ടോളിൻ്റെ പൈസ റീഫണ്ട് ആയിട്ടുണ്ട് കേട്ടോ കസ്റ്റമറിൽ നിന്ന്. അതുകൊണ്ട് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരു കസ്റ്റമർ ആയിരുന്നു. അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്ത് നമ്മൾ പതുക്കെ വണ്ടി തിരിച്ച വഴി തന്നെ അടുത്തൊരു ട്രിപ്പും കൂടി അടിച്ചു. പക്ഷേങ്കിൽ പിക്കപ്പ് ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു. അത് നമ്മുടെ ഇൻഫോ പാർക്കിക്ക് ആയിരുന്നു കേട്ടോ. ഇൻഫോ പാർക്കിക്ക് എത്തണേലും ഒരു 2 മിനിറ്റ് മുമ്പ് എനിക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടാ. നമ്മുടെ കലൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടിക്കട്ടെ നോർത്ത്. അപ്പോൾ അത് വന്നിട്ട് 229 രൂപയുടെ ഓട്ടമാണ്. 1 മണിക്കൂറും 14 മിനിറ്റും ഉണ്ട് നമുക്ക് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് വെറും 10.54 കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ടുണ്ട് ഇത്ര ടൈം എടുത്ത്. അതേപോലെ തന്നെ 239 രൂപയുടെ ഈ 12 കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ടും കാക്കനാടിക്ക് പോകാൻ 52 മിനിറ്റോളം എടുത്തിട്ടാ. എന്തായാലും ഭയങ്കര ഷോക്കായിരുന്നു. അതേപോലെ തന്നെ ഈ ഓട്ടം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ പറ അടിയായിരുന്നു. റാപ്പിഡോയിൽ യാത്രയിൽ നല്ല നല്ല അടിപൊളി 700-ൻ്റെ 500-ൻ്റെ ട്രിപ്പൊക്കെ വന്നു. പക്ഷേങ്കിൽ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഭയങ്കര ഷോക്കായിപ്പോയി. ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടൊക്കെ കാലൊക്കെ ഒരു സുഖമില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് ചായ കുടിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം നിൽക്കാട്ടോ. നമ്മൾ ഇന്നത്തെ ദിവസം ഊബറിൽ 4 ട്രിപ്പ്, വേറെ ഒന്നിനും ട്രിപ്പ് എടുത്തിട്ടില്ല. 1416 രൂപ 40 പൈസയ്ക്ക് നമ്മൾ ഓടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത നല്ലൊരു ട്രിപ്പ് അടിക്കട്ടെ. എന്തായാലും നല്ല ട്രിപ്പ് അടിച്ചാൽ മതി, മോശം വേണ്ട. അപ്പോൾ എന്തായാലും ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഓൺ ചെയ്യാം. തൽക്കാലം കുറച്ച് നേരം ഇവിടെ റെസ്റ്റ്.
10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ഊബറൊക്കെ ഓൺലൈനിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വേറെ ഒന്നിലും ട്രിപ്പ് അടിച്ചിട്ടില്ല, യാത്രയിലോ റാപ്പിഡോയിലോ ഒന്നിലും ട്രിപ്പ് അടിച്ചിട്ടില്ല കേട്ടോ. ഇപ്പം സമയം വന്നിട്ട് 7:09 ആയിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കാൻ പറ്റിയേട്ടാ. നമ്മൾ സുഖമായിട്ട് കാലും നീട്ടി സുഖമായിട്ട് ഉറങ്ങിയില്ല. ആ ഒരു മൈൻഡിൽ ഇങ്ങനെ സുഖമായിട്ട് കുറച്ച് നേരം മൊബൈലിലൊക്കെ തോണ്ടി ഇനിയിപ്പോൾ ട്രിപ്പ് എടുക്കാനുള്ളൊരു മൈൻഡായി. പക്ഷേ എങ്കിലും നമ്മൾ ഓൺലൈനാക്കിയിട്ട് കുറേ നേരമായിട്ടുണ്ടായിരുന്നു, പക്ഷേ ട്രിപ്പ് അടിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും അതേപോലെ തന്നെ ഇവിടെ വേറെയും വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവർക്കൊന്നും ട്രിപ്പ് അടിച്ചിട്ടില്ല. രാവിലെ ഇറങ്ങിയിട്ടൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ആ ഒരു പീക്ക് ടൈം ഉണ്ടല്ലോ, ഓഫീസ് ടൈം, ഒരു 5:30 ആ സമയത്ത് സാധാരണ ഉള്ള ഒരു ബ്ലോക്കും അതേപോലെ തന്നെ ഓട്ടോ ആണ് നമുക്ക് കണ്ടത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു സമയം കൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നല്ല രീതിയിൽ ഓട്ടം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും ഓട്ടം കിട്ടട്ടെ. ഇപ്പം നിലവിൽ ഷോക്കാണ്. എന്തായാലും മൊബൈലെടുത്ത് കൈ പിടിച്ച് വല്ല മാച്ച് ട്രിപ്പും വരാണെങ്കിൽ കുത്താനൊക്കെ ആക്കിയിട്ടിരിക്കുക. നമ്മൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. കുമ്പളത്തേക്കുള്ളത് 298 രൂപ 32 പൈസയാണ്. കിലോമീറ്റർ വന്നിട്ട് 15 സംതിങ് കിലോമീറ്ററാണ്. എത്രയാണ്, 1 മണിക്കൂറോളം എടുത്തിട്ട്. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇവിടെ. മെയിൻ റോഡ് എത്താൻ വരെ ഇച്ചിരി ബുദ്ധിമുട്ടി. അതുവരെ വൈറ്റിലെത്തണ വരെ നല്ല ബ്ലോക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് വലിയ സീൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം എന്തായാലും ഇനി അടുത്ത ട്രിപ്പ് കിട്ടട്ടെ. അതുവരെ ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കാം. ടോള് കൊടുക്കാണ്ട് പോകണം. ടോളിൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കണത്. അപ്പം എന്തായാലും അങ്ങനെ ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നേ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. ഇവിടുന്ന് ട്രിപ്പ് അടിക്കുക എന്താ അവസ്ഥ എന്നറിയില്ല കേട്ടോ. അപ്പം എന്തായാലും നമുക്കൊരു എല്ലാ എയർപോർട്ട് അങ്ങനെ അടിക്കട്ടെ. എയർപോർട്ട് അടിക്കുകയാണെങ്കിൽ സുഖമായി. ഇപ്പം ഇന്നത്തെ ദിവസം നമ്മൾ മൊത്തം ആകെ ഓടിയിരിക്കുന്നത് 1714 രൂപയ്ക്ക് ഓടിയിട്ടാ. അപ്പം എന്തായാലും നല്ല നല്ല ഓട്ടങ്ങൾ കിട്ടട്ടെ. നമ്മളൊരു 1/2 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാ. ട്രിപ്പൊന്നും അടിച്ചില്ല. നമ്മൾ മറ്റേ ട്രിപ്പ് 8 ക്ലോസ് ചെയ്തത്. അപ്പോൾ 9 ആയിട്ടുണ്ട്. അപ്പം എന്തായാലും ഇവിടെ നിന്ന് ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ എന്തായാലും പതുക്കെ നമ്മുടെ മരട് ആ ഒരു ഭാഗത്തേക്ക് പോവാം. പോകുന്ന വഴി ഭയങ്കര മോശമാട്ടോ. 50 രൂപ ടോൾ എടുത്ത് കൊടുക്കണതാണ് നല്ലത്. പക്ഷേ എങ്കിലും നമ്മൾ ടോൾ കൊടുക്കൂല. അതാണ് ഈ വഴി കണ്ട, നല്ല സൂപ്പർ വഴിയാണ്. അപ്പം എന്തായാലും നമുക്ക് ആ ഈ സൈഡൊക്കെ വെട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പോവാം. ഭയങ്കര മോശമാട്ടോ വഴി, ഭയങ്കര മോശമാണ്. അത് ടോൾ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും തോന്നുന്നുണ്ട്. ഇത് അപ്പുറം വരെ കല്ല് വിരിച്ച വഴിയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് 1 കിലോമീറ്ററോളം ഭയങ്കര മോശം. എന്താ വെച്ചാലേ ടോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യണ പരിപാടിയാണ് തോന്നുന്നുണ്ട്. ആര് വഴിക്കൂടെ പോകാണ്ടിരിക്കാൻ. കാരണം 1 കിലോമീറ്റർ മാത്രമേ ചിറ്റലുള്ളൂ. 1 അല്ല, ഇപ്പം മെയിൻ റോഡിൽ നിന്ന് വരാണെങ്കിൽ 2 കിലോമീറ്റർ മാത്രമേ ചിറ്റലുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് 1 കിലോമീറ്റർ ചാട്ടം ചാടി പോവാതെ നല്ലത്. പതുക്കെ പോയാൽ മതി. വേറെ പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ എന്തായാലും ഒരു ഡെസ്റ്റിനേഷൻ ഇടണോ വേണോ എന്ന് ആലോചിക്കണേ. ചിലപ്പോൾ മിക്കതും ഒരു ട്രിപ്പും കൂടി എടുത്തിട്ട് നമ്മൾ ഡെസ്റ്റിനേഷൻ ഇടാം. ഇഷ്ടമായിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. എനിക്കങ്ങനെ അടിക്കാറൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇവിടെ ആയതുകൊണ്ട് ചിലപ്പം എവിടേക്കെങ്കിലും വല്ല നോർത്തിക്കോ സൗത്തിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ചാലായി. മിക്കതും ഹൈവേയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഡെസ്റ്റിനേഷൻ ഇടാനുള്ളൊരു പ്ലാനിങ്ങിലാണ് നിൽക്കണത്. അപ്പം എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ കാണാം. ഇന്നൊരു 2-3 കിലോമീറ്ററോളം ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ CNGയിൽ 2 കട്ടയുള്ളൂ, കുറവാണ്. അപ്പോൾ എന്തായാലും CNG അടിക്കണം. അപ്പോൾ ഇവിടെ നിന്നൊരു 4.5 കിലോമീറ്ററും കൂടി ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ മരട് പമ്പ് എത്തും. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് CNG അടിച്ച് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ അടിക്കട്ടെ. എന്തായാലും CNG അടിക്കാനാണ് ഒരു പ്ലാനിങ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറ്റിയെങ്കിൽ നാവിഗേഷൻ അടിച്ചിടാം. അപ്പോൾ എന്തായാലും CNG അടിച്ചിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മളത് CNG പമ്പിൽ നിന്ന് CNG അടിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പതുക്കെ ഇങ്ങോട്ട് നീങ്ങി വഴിയാണ് നമുക്ക് ചക്കരപ്പറമ്പേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ട് വെണ്ണല ആ ഭാഗത്തേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 181 രൂപ. എന്തായാലും 2.5 കിലോമീറ്റർ അപ്പുറത്താണ് കസ്റ്റമർ നിൽക്കണം. എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവാം. നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് അപ്പം തന്നെ നമുക്ക് വേറൊരു ട്രിപ്പും കൂടി അടിച്ചിട്ടാ. ഇപ്പം കയറിയ കസ്റ്റമർ അടിപൊളി കസ്റ്റമർ ആയിരുന്നു കേട്ടോ. പുള്ളി സിനിമയുടെ പ്രൊഡ്യൂസറാണ് കേട്ടോ. അപ്പോൾ ഇപ്പം പുതിയതായിട്ട് ഇറങ്ങാൻ പോണ സുരേഷ് ഗോപിയുടെ വാരാഹ എന്ന് പറഞ്ഞ സിനിമയിലെ പ്രൊഡ്യൂസറുണ്ട്. അതേപോലെ തന്നെ ആക്ഷൻ ഹീറോ ബിജു. 2 സിനിമയുടെയും ഷൂട്ടിങ് ഏകദേശം, വാരാഹത്തിൻ്റെ സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞു, മറ്റേൻ്റെ ഷൂട്ടിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും രാജാ സിംഗ് അങ്ങനെയാണ് പുള്ളിയുടെ പേര്. എന്തായാലും സിനിമ വരുമ്പോൾ കാണാം. അങ്ങനെ നമുക്ക് ലാസ്റ്റ് കിട്ടിയ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ കുറേ നേരമായിട്ട്. അപ്പോൾ സമയവും 1:39. നമ്മളിപ്പോൾ ചാലക്കുടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ട്രിപ്പ് നമുക്ക് എവിടേക്കാണ്, മറ്റേ
യാത്രയിൽ ഒരെണ്ണം അടിച്ചിരുന്നു. മറ്റേ കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്ത സമയത്ത് തന്നെ യാത്രയിൽ മറൈൻ ഡ്രൈവ് ഭാഗത്തേക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്ത് ആ സമയത്ത് തന്നെ ഞാൻ ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു ചാലക്കുടിക്ക്. അപ്പോൾ തന്നെ എനിക്കൊരു മാച്ച് ട്രിപ്പും കൂടി അടിച്ചിരുന്നു. 100 എത്രയാണ്ട് സംതിങ് ഉണ്ടായിരുന്നു. ആ ട്രിപ്പ് ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് എടപ്പള്ളി എന്താണ് എടച്ചിറ ഭാഗത്തേക്കായിട്ട് അടിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഡെസ്റ്റിനേഷനൊക്കെ ഓഫാക്കി നേരെ വീട്ടിലേക്ക് കാലടിച്ച് പോരാ ചെയ്ത്. കാരണം ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് തന്നെ വേറെ സൈഡിലേക്കൊക്കെ അടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡെസ്റ്റിനേഷനൊക്കെ ഓഫാക്കിയിട്ടാണ് പോകുന്നത്. പോരുന്ന വഴിയിൽ ചെറുതായിട്ട് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് പതുക്കെ ഒന്ന് പെട്രോൾ പമ്പിൻ്റെ സൈഡിലാക്കിയത്. ഇപ്പം ചാലക്കുടിയിൽ എത്തിയിട്ടുള്ളൂ. സമയം 1:40 കേട്ടോ. അപ്പോൾ അങ്ങനെ കേട്ടോ നമ്മൾ ഊബറിൽ ആകെ ഓടിയിരിക്കണത് 2352 രൂപയ്ക്കുണ്ടല്ലോ ആകെ ഓടിയിരിക്കണേ. ഇപ്പം സമയം കണ്ട 1:41 കേട്ടോ. നമ്മൾ ഓഫ്ലൈനിലാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ പിന്നെ നമ്മൾ കേരള സഫാരിയിലാണ് ട്രിപ്പ് ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇന്നത്തെ കാണിക്കൂല, കാരണം ഇന്നലെയായിരുന്നു നമ്മൾ ഓടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഓടിയേക്കണത് 347 രൂപയ്ക്കുണ്ട. 347 അതും പിന്നെ ഊബറിൽ 2352 2352 350 അങ്ങനെ 2702 രൂപയ്ക്കുണ്ട് ആകെ ഓടിയേക്കണേ. CNG നമ്മൾ ഒറ്റ പ്രാവശ്യം അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നലെ വീട്ടിൽ എത്തിയപ്പോൾ ഫുൾ ടാങ്ക് CNG ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് CNG ഫുൾ ടാങ്ക് ഉള്ളത് കൊണ്ട് നമുക്ക് അടിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ അര ടാങ്ക് ആയിട്ടുണ്ട്. 500 സംതിങ്ങിനാണ് നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ഇന്നത്തെ ഓട്ടത്തിന് നമുക്കൊരു 900 രൂപയുടെ CNG എങ്കിലും കത്തിയിട്ടുണ്ടാവും. അപ്പോൾ 900 രൂപ അത് കുറച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നൊരു 200 രൂപയോളം ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇന്നത്തെ ബാലൻസ് എന്ന് പറയുന്നത് 2602 രൂപ കേട്ടോ. ഇപ്പം കിലോമീറ്റർ വന്നിട്ട് ഇതാണ്ട 279 കിലോമീറ്റർ 280 കിലോമീറ്ററോളായി. വീട്ടിലെത്തുമ്പോഴേക്കും 290 കിലോമീറ്ററോളം ആവും. അപ്പോൾ ഇപ്പം സമയം കണ്ടില്ലേ 1:45 1:45 സമയം ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി എന്തായാലും വീട്ടിലെത്തുമ്പോഴേക്കും ഒരു 2 മണി പ്രതീക്ഷിക്കാം. അപ്പോൾ 2 മണി എന്ന് പറയുമ്പോൾ നമ്മളൊരു 12:45 1 മണി സമയത്താണ്ട് ഇറങ്ങിയത്. അപ്പോൾ 1 മണി മുതൽ 1 മണി വരെ എന്ന് പറയുമ്പോൾ 13 മണിക്കൂറോളം ഓടി. 13 മണിക്കൂറോളം ഓടിയിട്ട് നമ്മുടെ ബാലൻസ് എന്ന് പറയുന്നത് 1500 1600 ആ റേഞ്ചാണ്. പക്ഷേങ്കിൽ 1500 1400 എന്ന് പറഞ്ഞാൽ കിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം നമുക്ക് വണ്ടിയുടെ മെയിൻ്റനൻസിന് ഒരു 200 മാറ്റണം. അതേപോലെ തന്നെ വണ്ടിയുടെ ലോണിന് വേണ്ടിയിട്ട് നമ്മളൊരു 500 രൂപ മാറ്റണം. നമ്മൾ ഓടുന്ന ദിവസത്തെ ലോണിൻ്റെ എമൗണ്ട് മാത്രമേ കണക്ക് കൂട്ടണുള്ളൂ, ബാക്കിയത്ത് കൂട്ടുന്നില്ല. എല്ലാ ദിവസവും ഓടണില്ല. എന്നാലും ഒരു ദിവസം നമുക്കൊരു മാസം 15 രൂപയുടെ അടുത്ത് അടവ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ദിവസം 500 രൂപ, അതേപോലെ തന്നെ 200 രൂപ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ബാക്കി ഒരു പണിക്ക് പോയി കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ പൈസ കിട്ടും. ഇത്ര സമയം പണിയെടുക്കും വേണ്ട. 8 മണിക്കൂർ പണിക്ക് പോയിട്ട് ഒരു 800 രൂപ 900 രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് നല്ലത് അതിന് കേട്ടോ. അതേപോലെ തന്നെ സുമാറ്റോ ഓടിയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ മെയിൻ്റനൻസിനും ബാക്കിയുള്ള കാര്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ മാറ്റേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആലോചിക്കും പിന്നെന്തിനാ നമ്മൾ ഓടണേ, ഇത്ര കിട്ടണതിനാണെങ്കിൽ പിന്നെന്തിനാ ഓടണേ. എനിക്ക് വേറെ പരിപാടികളോടും താല്പര്യമില്ല. പിന്നെ എൻ്റെ ഒരു സൈഡ് വരുമാനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് ഞാനിത് മെയിനായിട്ട് ഓടാൻ കാരണം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത്രയൊക്കെ കിട്ടണുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 5 വർഷം കഴിഞ്ഞ വണ്ടിയുടെ ലോൺ എമൗണ്ട് കഴിഞ്ഞാലും വലിയ ലാഭം എന്ന് പറയാനില്ല. പിന്നെ 6ാമത്തെ വർഷമോ 7ാമത്തെ വർഷമോ നമ്മുടെ എന്താണ് ഡൗൺ പേയ്മെൻറ്റ് അടിച്ച പൈസ ഒപ്പിക്കാനുള്ളതും, പിന്നെ അതേപോലെ തന്നെ ആ സമയമാകുമ്പോഴേക്കും വണ്ടിയുടെ മെയിൻ്റനൻസൊക്കെ കൂടും. ഇപ്പം തന്നെ ഞാൻ വണ്ടി എടുത്തിട്ട് അധികം ഓടാണ്ട് തന്നെ എൻ്റെ വണ്ടിയുടെ കിലോമീറ്റർ വന്നിട്ട് 40,000 കിലോമീറ്ററോളം ആവാറായി. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 വർഷം കഴിഞ്ഞ് ഇൻ്റർസിറ്റി ട്രിപ്സ് കിട്ടില്ല. അപ്പോൾ നമ്മൾ 8 വർഷം ആകുമ്പോഴത്തേനും വണ്ടി പുതിയത് എടുക്കേണ്ടി വരും. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കിട്ടുന്ന കാശൊക്കെ പുതിയ വണ്ടി എടുക്കാൻ പോലും നമുക്ക് തികയില്ല. വീണ്ടും നമ്മൾ ലോൺ എടുക്കേണ്ടി വരും. റെഡി ക്യാഷിനൊന്നും വണ്ടി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ഇതെടുത്ത് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുമോ, അങ്ങനെയൊക്കെ കുറേ ആൾക്കാർക്ക് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ വണ്ടി എടുക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല കേട്ടോ ഞാനങ്ങനെ പറയണേ. പക്ഷേങ്കിലും അറിഞ്ഞിരിക്കുക, ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. കണക്ക് കൂട്ടുമ്പോൾ ഇത്രയൊക്കെ ലാഭം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇന്നിപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ടാണ് ഇത്രയും ഓട്ടങ്ങൾ കുറച്ച് കൂടുതൽ കിട്ടിയത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും സമയം കൊണ്ട് ഇത്രയും പൈസ കിട്ടില്ല. ഇത്ര സമയം എടുത്തിട്ടില്ല. ഞാനൊരു
3/4 മണിക്കൂറോളം കിടന്നുറങ്ങി. അതുകൊണ്ടാണ് ടച്ച് സമയം എടുത്തത്. അപ്പോൾ എന്തായാലും അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.